കൊച്ചിനെ പറഞ്ഞോണ്ടല്ലോ വെറുതെ അല്ല ഇവന്റെ വായിന്ന് തെറിയൊക്കെ വരുന്നത് തള്ള ഇങ്ങനെയല്ലേ നീ അച്ഛനെ കണ്ടില്ല? സൂര്യ ഈ ചീത്ത വിളിയൊക്കെ ആരെന്നാ നീ പഠിച്ച സൂര്യ? അല്ല നിങ്ങളിപ്പോ റിലേഷനിലാവോ? നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതൊക്കെ ഉള്ളതാണോ റൂബി? ആ അതാണ് നിങ്ങൾ അങ്ങോട്ട് നല്ല മനസ്സിലാക്കട്ടെ. അവനെ ഈ പ്രായത്തിന്റെ തിളപ്പും പൊട്ടലും ചീത്തലൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ നിങ്ങൾ പൊക്കോ ഞാൻ വേറെ എടുത്തോട്ടാ. ഓക്കെ അപ്പൊ അല്ല വണ്ടി സ്പേസ് ഉണ്ട്. പെമ്പിള്ളേർ കുറച്ചൊരു ഒരു ഇതായിട്ട് വന്ന് പെരുമാറാ മുച്ചിരി. എന്താ ഇങ്ങനെ നിന്റെ കൂടെ വന്നിട്ട് നീ അല്ല ഇത് ഞാൻ കുറച്ച് കാശ് ഇറക്കി വാങ്ങിയ വണ്ടിയാണ്. ഇതിന്റെ അകത്ത് കുറച്ച് അധികം ഇരിക്കാൻ പറ്റും. എന്നാ മുച്ചിരി ഇറങ്ങി ഇവിടെ. എന്നാ മുച്ചിരിയോടെ ഇറങ്ങിയ ഞാൻ അവളെ മുതുക്കിലാക്കാം. പ്രേമിക്കാനൊന്നും അറിയില്ലട്ടോ മുച്ചിരി. ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോ നിന്നെ കളഞ്ഞിട്ട് പോയില്ലേ? ആ അതാണ് അത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടവൻ പെട്ടെന്ന് ചിന്തിച്ച് കാണില്ലായിരിക്കും പാവം. എന്തായാലും എന്തോടാ ആ ഡയമണ്ട് അവിടെ ഉരയ്ക്കാനിരുന്ന ഇടയ്ക്ക് അല്ലേ എന്റെ സ്വഭാവം അനുസരിച്ചേ വിൽക്കാൻ വേണ്ടിട്ടേ. പഠിക്കാനുണ്ട്. നീ കളഞ്ഞിട്ട് പോയതല്ലേ? എനിക്ക് ഇഷ്ടമാണോ അങ്ങനെ ഇരിക്കുന്നേ? കുഴപ്പമില്ല, അവള് അവന്റെ മടിയിലല്ല പറയുന്നത് കേട്ടാ കലിപ്പനാടോ? നീ ഇത്ര ടോക്സിക് ആണോ? നിനക്കുള്ള വിശ്വാസമാണോ റൂബിന്? വിശ്വാസമാണോ നിനക്ക്? വിശ്വാസൊക്കെ ഉണ്ട്. പിന്നെന്തിനാ അവള് ആരെ കൂടെ ഇരുന്ന എന്ത്? പിന്നെ എന്ത് നിനക്ക് വിശ്വാസമാണോ? അത് നോക്കിയാ നീകന് വിശ്വാസം ഇല്ലേ? നീകൻ എനിക്ക് വിശ്വാസം മനസ്സിലായില്ലേ? നീകൻ എനിക്ക് വിശ്വാസമുണ്ട്. ആ എനിക്കും വിശ്വാസമുണ്ട്. നിന്നെ വിശ്വാസമില്ല. കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ആവാനുണ്ട്. സത്യം വളരാനുണ്ടല്ലേ? ഒരു സെക്കൻഡ് നമുക്ക് ഇവന്റ് പോവാം. റൂബി വരുന്നുണ്ടാ? ഇല്ല ഞാൻ ഇവിടെ ഇറങ്ങാം. എനിക്ക് കുറച്ച് വേറെ പരിപാടി ഉണ്ട്. ഓക്കെ ഗൈസ് നൈസ് ടു സീ യു. ഹലോ ഞാനെന്ന് പറഞ്ഞ ജീവനാ. നിന്നെ തുപ്പുവാണ് മനസ്സിലായില്ലേ? ആ നമ്പർ മേടിച്ചിട്ടല്ലേ? നന്നായി. ഞാൻ വിളിക്കാം. സൂര്യ പറയണ്ട. സൂര്യ അങ്ങ് മാമ കളിക്കല്ലേ? ഇടയ്ക്ക് മാമ കളിക്കല്ലേ? അയ്യോ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ അവിടെ അല്ലേ പറയും പോലെ ഇത് ഗ്യാങ് ഹൗസ്. എനിക്ക് ഇപ്പൊ വന്ന നമ്പർ 22 ചത്ര നമ്പറില്ല. അല്ലെങ്കിൽ നിന്നെ പോലെ ചപ്പറായിട്ട് നീരത്തറയാനാക്കറാന്. കൊച്ചിനെ പറഞ്ഞോണ്ടല്ലോ. ആ നീ വലിയ 18 വയസ്സായെന്ന് പറഞ്ഞു കൊച്ചിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. 18 വയസ്സായി കേട്ടാ. ആണേ ബോക്സ് വേണല്ലേ എനിക്ക്? സോറി. സാലറി വന്ന് ഒരു സന്തോഷത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 1000 രൂപ ജീപ്പ് ആയിട്ടുണ്ട്. ഇവനെന്ത് പ്രേതത്തിനെ പോലെ കാണുന്നേ? ബ്ലാക്ക് ഇങ്ങനെ ഓർമ്മിക്കാൻ നല്ലതാ. വണ്ടി
ആ സത്യം അവന് പറ്റില്ല അവർക്ക് 8 കാലത്ത് ചുമ്മാടാ മുച്ചിരി അവൻ അവന്റെ അടുത്ത് ഭംഗിയൊക്കെ ഉണ്ട്. നിങ്ങൾ അവനിട്ട് അങ്ങനെ തീരെ ഇതാക്കല്ലേ കേട്ടാ. ചന്ദ്ര അവന്റെ മുഖം നോക്കി എന്ത് കണ്ടിട്ടാ പറഞ്ഞേ? അന്നേരം ഒന്ന് ബാക്കി ഇരുന്നിട്ടേ ഒന്ന് ഇട്ടിട്ട് നോക്കിക്കേ. ഒന്നിരുന്ന് നോക്ക്. ഇല്ല അവൻ സുന്ദരനാ ബ്രോ ചന്ദ്രൻ എട്ടുകാലി മാറ്റുമോ വായിന്ന് എന്നാ ഓക്കെയാ. ഇവിടെ നിന്ന് എന്താണ് കൊണ്ടുപോകണേന്ന് തോന്നണേട്ടാ. എന്ത് മറ്റേ ഇവന്റിനെ എന്ത് കത്തരാ ആ നിന്റെ ലോസ് പെക്ക ഉണ്ട് 2 ദിവസത്തിന്റെ ലയ്യണ്ടാവേ. രണ്ടു ദിവസത്തിലാ സെറ്റായല്ല. Ryzen 7 9800 X 3D 5070. ആ പിസിക്ക് ചന്ദ്രു എന്ന് പേരിടണേ. എടാ നമുക്ക് റിയൽ എടുത്താലോ? ചന്ദ്രു പറഞ്ഞില്ലേ സിറ്റി വന്നു കഴിഞ്ഞാൽ ചന്ദ്രു SRK എവിടെന്ന് ചോദിക്കുമായിരുന്നു. എടാ SRK അത് ഇങ്ങോട്ടും മാറും കേട്ടോ. അത് അത് ഇങ്ങോട്ട് മനസ്സിലായോ? ചന്ദ്രു ഞാൻ വന്ന് തിരക്കി ചന്ദ്രു. ചന്ദ്രനെ വിളിച്ചു. ചന്ദ്രു ഫോൺ എടുത്തില്ല. മറ്റേ റിംഗ് പോലും ചെയ്യുന്നില്ല. ഏത് ചപ്രി കടം കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഇത് കുടുംബസമേത പങ്കെടുക്കാൻ വന്നേന്നോ ചന്ദ്രു? അതെ ഞാനേ ഈ കാശായിട്ട് വരുമ്പോഴേ മറ്റേ ജയിച്ച് കാശായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് വെക്ക ഒരു വലിയ പെട്ടി വേണം. ഇത് എവിടെ നിന്നൊരു പെട്ടി തെറ്റാക്കാൻ പറ്റും ഇച്ചിരി വലിയ ശവപ്പെട്ടിയാ എന്തിനാ ചാപ്പട്ടി ഇത് നീവിന് ശവപ്പെട്ടി കൊടുക്കും. set ആക്കി. 500 CR നീവിന് കൊടുക്ക 100 CR വന്നു കഴിഞ്ഞാൽ ചന്ദ്രു ആണ് ഇവിടുത്തെ ചന്ദ്ര ഒരു പേഴ്സ് ഒരു സെക്കൻഡ് എടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. എടാ നീക എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയണ്ടേ. ഒറ്റ സെക്കൻഡ് വെയിറ്റ് ഞാൻ പറയണത് കേള്. നിനക്ക് ദേവാനന്ദ് ബ്രോ 500 രൂപ അയച്ചേട്ടാ. ആണോ? എന്നാ വേഗം അയക്കോ. കൊടുക്കണമെന്ന് നീ ഒന്ന് ഓക്കെ ബ്രോ പറഞ്ഞു. ചന്ദ്ര നമുക്ക് ഈ ഇവന്റ് ജയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ കാശ് ഇവന് കൊടുക്കണം. മനസ്സിലായില്ല. അതെ കാശേ അത് ഇവന് കടമായിട്ട് കൊടുക്കണം. എനിക്ക് അറിയാവുന്ന ഫ്രണ്ടാ. അപ്പൊ നമുക്ക് ഈ ഇവന്റ് ജയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ കാശ് ഇവന് കൊടുക്കണം. എത്ര കാശ്? 70 ബാങ്ക് ഫണ്ട് നീ അവന്റെ വാങ്ങിയതാ. ചന്ദ്ര അത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ. ചന്ദ്ര നമുക്കിത് ഈ വണ്ടി ജയിക്കണം. ചന്ദ്ര എന്ത് വില കൊടുത്തു നമ്മളെ ജയിച്ചിട്ടിടാം. എല്ലാരും വന്നു ചന്ദ്ര തെണ്ടി കറക്ക് ഞാൻ നിന്നെ ഉറപ്പാ. ഒരു സംശയമില്ല. അതെങ്ങനെ ആലോചിക്കരുത് അലീന കേട്ടോ. നമ്മുടെ ഡെയിലി സബ്സ്ക്രിപ്ഷൻ തരുന്ന ആളത് ഗോപകുമാർ ബ്രോ. അല്ല ഞാൻ കയ്യിലിപ്പോ കൊറേ സാധനം ഉണ്ട്. അത് മാറ്റണോ? വണ്ടി അല്ല ചെക്ക് ചെയ്യോ? ഇത് ബ്രോയിന്റെ വണ്ടിയാ? ബ്രോ ഞാൻ മാറ്റണം. ഇല്ല ബ്രോ ഇത് പുറത്തിറക്കിയ. ചന്ദ്ര ഞാനോട് നോക്കട്ടെ. നീ എന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോലെ നീ അതേ പ്ലീസ്. ചന്ദ്രൻ ഞാൻ വെച്ചോട്ടെ. നീ വെച്ചോ. ഞാനായിട്ട് അടിയിൽ വെക്കുക. അല്ലെ അടിയിന്ന് ഞാൻ വെക്കുവാണേ. അടിയിൽ നീ വെച്ചോ. അല്ലെ എന്റെ ഇച്ചിരി കൂടുതൽ സാധനങ്ങളുണ്ട് എന്റെ. എല്ലാം വെച്ചോ. എന്നമ്മേ ഉന്ന കണ്ണാലേ റേഡിയോ 31 പഴം ചന്ദ്ര 4000 ബുള്ളറ്റ് എന്റെ എടുക്കല്ലേ? 4000 എടുക്കല ആള് പൂട്ട്. അയ്യോ ഹീലിങ്സ് എടുത്തില്ല. വണ്ടി അലീന ഒന്നും അറിയണത പുള്ളയുണ്ട്. കുഴപ്പമില്ല. ഒന്നും അറിയണത പാവം പുള്ള. ഞാൻ എടുക്കത്തില്ല.
എടുക്കത്തില്ല. എടി കണ്ണൊന്നും എടുക്കല്ല. പിന്നെ എന്തിനാ നീ കൈയിട്ടെ? എടുക്കാല്ലേ പിന്നെ എന്തിനാ കൈയിട്ട് നോക്കണേ? എന്തിനാ കഴിഞ്ഞിട്ട് സംശയം കണ്ണൊന്നും എടുക്കല്ലേ, കൊണ്ടുപോകും. എനിക്കൊന്നും വേണ്ട കണ്ണ്, എന്റെ കൈ ഇരിക്കണ കണ്ണ്. നീ കൈ എടുക്ക. വിളിച്ചത് എന്തോ വിളിക്കണ്ട കാര്യമുണ്ടോ? പമ്പില്ലേ, പമ്പിന്റെ ഇതിന് എന്തോ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വിളിച്ച് പറയാണെങ്കിൽ എന്റെ അടുത്തോടെ ഒന്ന് പറയോ എന്താ മീറ്റിംഗിന് പറഞ്ഞ? ഞാൻ മിസ്റ്റർ എക്സിനെയൊക്കെ അലീനൊക്കെ അറിയോ? എനിക്ക് പമ്പുണ്ട്. ചൂടുവെള്ളത്തിലല്ല, ചന്ദ്രന്റെ പമ്പില് പെട്രോൾ ഇല്ല. അത് മിക്കവാറും കൊണ്ടുപോകും മിസ്റ്റർ എക്സ് കണ്ട. ഇനി അതിനാണോ വിളിച്ചത്? വില എടുത്തു പറയുന്ന സൂര്യ. നീ വേണ്ടെന്ന് പറഞ്ഞല്ലേ? വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിവേറി? വെറുതെ അല്ല ഇവന്റെ വായിന്ന് തെറിയൊക്കെ വരുന്നേ. തള്ള ഇങ്ങനെയല്ലേ? അതിനൊക്കെ അറിയില്ലേ? പിന്നല്ല അലീനെ വളർത്തണം. ഇവന് എന്ത് ചീത്ത സ്വഭാവം ഉണ്ടോ അതെല്ലാം അലീനയുടെ സൂര്യ. ഈ ചീത്ത വിളിയൊക്കെ ആരെന്നാ നീ പഠിച്ച സൂര്യ? ചന്ദ്ര പിള്ള വിളിച്ച് കള്ളമില്ല. മനസ്സിലായില്ലേ? ഒന്നിങ്ങോട്ട് ചന്ദ്രു. ചന്ദ്രു അവിടെ കേറാൻ പറ്റൂല. വേറെ എവിടെ എന്താണ് പ്ലാൻ? വളരെ വളരെ രഹസ്യമായിട്ടൊരു കാര്യമാണ്. ഇവിടുന്ന് നമുക്ക് ഒരു ഷീൽഡും ഒരു ഹെൽത്തും മാത്രമല്ല അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഫസ്റ്റിൽ അടിച്ച് തീർക്കല്ലോ. അവസാനം അടിക്കാനുള്ള അവസാനം എന്തോന്നറിയോ? സർപ്പാട്ട. ഡ്രസ് എന്ന് പറഞ്ഞ ചന്ദ്ര രണ്ടുപേരെ നേരെ അവിടെ കൊണ്ടുവിടും. അപ്പൊ അവിടുന്ന് ഓടി നേരെ ചില്ലിയാടെത്തണം. മനസ്സിലായില്ല? അല്ല 2-3 റൗണ്ട് ഉണ്ട് ചന്ദ്രു. ഫസ്റ്റ് ഓടി ആദ്യം ചില്ലിയാടെത്തണം. അവിടെ എന്തോ ട്രക്ക് എന്തോ കിടപ്പുണ്ട്, അതിനകത്ത് കയറിയിരിക്കണം. അതെന്തോ ആണ് പറഞ്ഞത് ഫസ്റ്റ് ടാസ്ക്. കറക്റ്റ് ക്ലിയർ ആയില്ല, പക്ഷെ അത് തന്നെയാണ് ടാസ്ക്. എന്നുവെച്ചാൽ ഓടി ചില്ലിയാടെത്തണം. അപ്പൊ നമ്മളൊന്നും അടിക്കുകയൊന്നും ഇതാക്കുകയോ ചെയ്യരുത്, ഓടിപ്പോണം. കൈ കാണുന്നവരൊക്കെ തട്ടിയും കിട്ടുമോ കണക്ക്. അപ്പൊ പിന്നെ അവിടുന്ന് അടുത്തൊരു സെക്ഷനിലോട്ട് സബ് ഗുരുവിന്റെ സ്ഥലത്തോട്ട് കൊണ്ടുവരും, ഐലൻഡിലോട്ട്. എന്നിട്ടാണ് അവിടുന്ന് അടുത്ത ടാസ്ക് വരുന്നത്. നല്ല ടൈം എടുക്കും. നല്ല ടൈം എടുക്കും. ലാസ്റ്റ് മറ്റേ ഇതാണ് സർപ്പാട്ട എന്നാ പറഞ്ഞത്. ലാസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടാ ആയിരിക്കും 2 ദിവസത്തിൽ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 ദിവസം ചന്ദ്രു ഒന്ന് ആലോചിച്ച് ഇതിലും ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ സിറ്റിയില് 500 കോടിയോ? ഒരാൾക്ക് 300 കോടി. ഇല്ല ഹാട്രിക് അല്ല. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഹാട്രിക് പോയി. അന്നില്ല കുരുവാടാ നിന്റെ. പിന്നെ നീ മറ്റേ വീട്ടിലോട്ടാണ് വണ്ടി ഓടിച്ച് കയറ്റിയത്. സോറി നീ അവനെ കൊന്നു ബ്രോ. അവൾ ചത്ത് കിടക്കുന്നു. കണ്ണ് കണ്ടുടങ്ങി ഒന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ടൊക്കെ വന്നൂടെ? ഇങ്ങോട്ട് നടന്നു വന്നൂടെ? ആ വണ്ടിയിലാ വേറെ ആളുണ്ടായിരുന്നല്ലേ? അവന് ചെറിയ കിട്ടണമെന്ന് വിചാരിച്ച് ഇറങ്ങായിരുന്നല്ലേ? ഇവന്റിന്റെ എന്തോ ആളാന്ന് കൊണ്ടുപോയെ. കാശ് അയച്ചത് ദേവാനന്ദ് ബ്രോ വീണ്ടും 1000 അയച്ചാ. ആനന്ദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 ജിപേ. ആനന്ദ് ബ്രോ താങ്ക് യു സോ മച്ച്. സൂര്യ നമുക്ക് റീൽ എടുത്താലോടാ ചന്ദ്ര? സൂര്യ റീലുണ്ട്.
സൂര്യ നിനക്കുള്ള വ്യൂസ് കൂടുതല് 3K 50. ഓ അലീന ഇതാരാ ഈ ചുമലപ്പെണ്ണാര്? ഓ വിത്ത് മദർ. ഓക്കെ ഓക്കെ. മൈ ഫസ്റ്റ് സോങ് വിത്ത് മദർ ഡാൻസ്. അലീന ഇത് ഫുള്ള് ഗ്രാമർ മിസ്റ്റേക്ക് ആണല്ലോ. എന്താണ് അലീന? ഇംഗ്ലീഷ് SRK എവിടെ? SRK എവിടെ? പിന്നെ ആരാണ്? എലിയാണോ? പമ്പ പമ്പ പമ്പിങ് ചന്ദ്രു 5031 വാ പോ. ഓക്കെ 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 പോവാം. പമ്പ ഇങ്ങോട്ടോ, പമ്പ ഇങ്ങോട്ടോ. ബോസ് പോസ്റ്റർ റെഡിയാക്കട്ടെ, നാളെ ജയിക്കട്ടെ, മനസ്സ് ജയിക്കട്ടെ. പമ്പ ചന്ദ്രു നമ്മളാ സ്ഥലത്തോട്ട് പോവാം. 5031 അക്ഷയ് കുമാർ 300 വീണ്ടും അയച്ചു. താങ്ക് യു സോ മച്ച് അക്ഷയ് കുമാർ ബ്രോ. ഇത് അടുത്ത അക്കൗണ്ടാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച് 300. ബ്രോ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എല്ലാവർക്കും താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. അപ്പൊ ആർക്കും പോസ്റ്റർ ഇടട്ടെ. എടാ വന്നേ. സബ്ഗുരുവിന്റെ ട്രക്കില്ല. ഇതെന്താ മത്സരം എന്താ? ട്രക്ക് അതൊക്കെ അയക്കുവാണ്. എടാ സബ്ഗുരുവിന്റെ ട്രക്ക് 4 സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 4 വരെ നിങ്ങളെ ഇവിടെ നമ്മൾ ഗുരുല്ല സാബ് ഗുരു എന്നാണല്ലേ പറയണ്ടത്. ഒറ്റ സെക്കൻഡ്. അല്ല 50 ഏത് ഇവിടെ ചെല്ലാൻ പറഞ്ഞു ലൊക്കേഷനിലോട്ട്. ആ മോള് നിങ്ങൾ പോകേണ്ട ചില്ലാടിലാണ് പോകേണ്ടത്. ട്രക്ക് ഓടിച്ച് തന്നെ കേട്ടോ. ഇവിടുന്ന് ട്രക്ക് തന്നു വിടുവോ? ആ ഇവിടെ നിങ്ങൾക്ക് ട്രക്ക് തരും. അവിടെ ട്രക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിൽക്കാം അവിടെ അങ്ങോട്ട് നോക്കിയാ റോഡില്. ആ കണ്ടു. അതിൽ കയറി നിങ്ങൾ പോവാ. നിങ്ങൾക്ക് ഒറ്റ സെക്കൻഡ് കണ്ടു. മാമ ഹലോ മാമ. ആ നമ്മൾ അവിടെ 4 ട്രക്കിൽ എത്ര പേരാ ക്വാളിഫൈ വന്നത്? 2 അല്ലേ? രണ്ടല്ലേ വിടുന്നുള്ളൂ? 2 ആയിട്ട്. ശരി ബാറ്റ് 2 വരെ എവിടെ? ബാറ്റ് 2 വരെ എവിടെ? ആ എടാ സാർക്ക് എടാ 2 ട്രക്ക് വെച്ചല്ലേ പോവുള്ളൂ. ഓക്കെ, ആ 2 ട്രക്ക് പോകുന്നതില് ആദ്യം എത്തുന്ന ഒരു ട്രക്ക് ക്വാളിഫൈ ആവും. ഇവിടുത്തെ ട്രക്ക് 2 വിട്ടിട്ട് ആ ഫസ്റ്റ് എത്തുന്ന എല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് പോകേണ്ടത് സബ്ഗുരു ഐലൻഡിലോട്ടാണ്. ഓക്കെ, അത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഫുള്ള് പോകാൻ പറ്റില്ല. സോറി ഞാൻ കേട്ടില്ല, എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് 2 ട്രക്കാണ് ക്വാളിഫൈ ആവണേ. ഇത്രയും പേര് പോകുന്നതിൽ 2 ട്രക്ക് ക്വാളിഫൈ ഇവിടുന്ന്. അങ്ങനെയല്ല ബ്രോ, 2 ട്രക്ക് വെച്ച് നമ്മൾ ഇവിടെ, കാരണം എല്ലാ ട്രക്കും ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ അല്ല ബ്രോ, ഇത് നല്ല ടൈം എടുക്കൂല അപ്പോ? ഫുള്ള് കത്തും. ആ പെട്ടെന്ന് നമ്മൾ 20 സെക്കൻഡ് വെച്ച് വിടും ട്രക്കല്ല. ഓക്കെ, അത് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ കത്തും. ഇപ്പൊ ഏതെങ്കിലും വണ്ടി വിട്ടിട്ടുണ്ടോ? ഇതിപ്പോ അവിടെ ആള് ചെക്കിങ് നടക്കാം, പീഡിയുടെ ചെക്കിങ് നടക്കാം. പീഡിയുടെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നാ ചെക്ക് ചെയ്തിട്ടേ വിടുള്ളൂ. അപ്പൊ നല്ല ടൈം എടുക്കുമല്ലോ. അതെ, പെട്ടെന്ന് കഴിയും. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്ന് നിങ്ങൾ ചില്ലാടിൽ ഫസ്റ്റ് എത്തുന്ന ആൾക്കാരെല്ലാം ക്വാളിഫൈ ആവും. 2 പേര് വെച്ച് പോകുന്നതിൽ ഫസ്റ്റ് എത്തുന്നതെല്ലാം ക്വാളിഫൈ ആവും. അവിടെ നിന്ന് തിരിച്ചു പോകേണ്ടത് സബ്ഗുരു ഐലൻഡിലോട്ടാണ്. ആ പോകുന്ന വഴിക്ക് നിങ്ങൾ എന്താണ് റോഡിന്റെ അവിടെ നീന്തേണ്ടി വരും. പകുതി വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അടിവ ലൈവ് വിടുവാണോ? ശരിയല്ലേ ഇത്? എന്നെ പുറത്താക്കും. അടിയന്തരാണോ ഇവിടെ കഴിവേറ മോനെ നടക്കണേ? നീ എന്നെ പുറത്താക്കിപ്പിക്കോ? എന്നിട്ട് നിങ്ങൾ നീന്തി ആ ഐലൻഡിൽ കയറുക. ഐലൻഡിൽ കയറുന്ന 30 പേരായിരിക്കും അടുത്ത് ക്വാളിഫൈ ആവും. അവിടെ നിന്ന് നിങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 3004 നമ്മുടെ പഴയ സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഏരിയ. അല്ല ഇതെല്ലാം നിങ്ങൾ ലൊക്കേഷൻ പറഞ്ഞു തരുമല്ലോ നമ്മള് ആദ്യത്തെ നമ്മള് ചില്ലിയാട് പോയിട്ട്. അല്ല ചന്ദ്രു, ആദ്യത്തെ ഇവിടുന്ന് നേരെ ചെല്ലുക, ഒരു ട്രക്ക് നേരെ ഓടിച്ചു പോവുക. നമ്മുടെ കൂടെ ഒരു ട്രക്ക് കൂടെ കാണും. പക്ഷെ നമ്മള് ഫസ്റ്റ് അവിടെ എത്തണം ചില്ലിയാടില്. മനസ്സിലായില്ലേ? ഷോർട്ട് കട്ട് എടുക്കാവോ അതോ റോഡ് കറക്റ്റ് വേ ഉണ്ടോ? റേഡിയോ കേട്ടോ. 31 അഡീഷണൽ പ്രൈസ് ഉണ്ട്. മാമ അതൊന്നുകൂടെ അനൗൺസ് ചെയ്യോ? ആ ഗ്രൂപ്പിൽ ഒന്നുകൂടെ അനൗൺസ് ചെയ്യാൻ കാര്യം. മാമ ഒന്നുകൂടെ അനൗൺസ് ചെയ്യാം. മാമ എത്ര പേരുടെ റേഡിയോ മെമ്പേഴ്സ് ഓൺലി ആക്കാം, മറ്റേ സ്പീക്കിംഗ്. ഓക്കെ എടാ, എന്നിട്ടേ അവിടെ നിന്ന് നിങ്ങൾ പോകേണ്ട 3004 അവിടെയാണ് ലാസ്റ്റ് സ്റ്റേജ് വരുന്നത്. അതിൽ ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് 500 CR. പിന്നെ എനിക്ക് തോന്നുന്നു അടുത്ത 15 പേർക്ക് കൂടി ഇപ്പൊ 15 കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചന്ദ്രന്റെ ബാക്കിൽ നിൽക്കാം. നമ്മള് ചില്ലിയാട് പോകുന്നതിന് ഓഫ് റോഡ് നമുക്ക് ഇഷ്ടമുള്ള റോഡ് പാത്തെടുക്കാവോ? അല്ല, നിങ്ങൾക്ക് പോകുന്നതിനുള്ള മാർക്കിംഗ് വെച്ചിട്ടുണ്ട് റോഡിൽ. ആണല്ലേ? 200 CR പണിയുണ്ടല്ലോ ഇത്. നിങ്ങൾ ഒരു ആർമർ ഒരു ഹെൽത്ത് അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും നിങ്ങളുടെ. അത് മനസ്സിലായി. ഞങ്ങള് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു. പിന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നത് 2 പേര് പോകുന്നത്. ഓക്കെ,
അതിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബുദ്ധി ഉപയോഗിക്കാം. ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല. ഇവിടുന്ന് രണ്ടുപേരും പോകുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് എന്റെ കാശ് കിട്ടും. അതിലൊരു സെക്കൻഡ് പ്രൈസ് വന്നിട്ട് 100 CR ആണ്. തേർഡ് പ്രൈസ് വന്നിട്ട് 50 CR ആണ്. അപ്പോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ ഒരു രീതിയിൽ നമ്മൾ ആൾക്കാരെ ചൂസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ ഫസ്റ്റ് എത്തുന്ന 15 പേർക്ക് 10 CR വെച്ചിട്ട് പ്രൈസ് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ചന്ദ്ര ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് ആൾക്ക് 200. എന്തെങ്കിലും തേർഡ് ആൾക്ക് 50, ബാക്കിയുള്ള എല്ലാവർക്കും 10 കാശ്വാരി അറിയുന്നുള്ള സൗകര്യം. ചന്ദ്ര ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കാണണേ. ചന്ദ്ര കയ്യിലുള്ള ഇല്ലീഗൽ സാധനങ്ങളൊക്കെ മാറ്റി. പിന്നെ നമ്മളെ ഈ കത്തിയൊക്കെ ഇല്ലയിലാണോ? കത്തിയില്ലൊന്നല്ല. പിന്നെ മുച്ചിരി ഇറങ്ങുന്ന അതെല്ലാം മാറ്റി ക്യൂ പോക്കിയോടെ എന്റെ ക്യൂ ആണ്. ഇവിടെ ആരും കയറി നിക്കല്ലേ. സംഭവം എന്താന്നറിയോ? ചന്ദ്രു 2 പേര് വിടുമെന്ന് പറഞ്ഞില്ലേ? ഒരു വണ്ടിയിൽ ഒരാള്, അടുത്ത വണ്ടിയിൽ ഒരാള്, അങ്ങനെ രീതി പോകും. മനസ്സിലായില്ലേ? അതെങ്ങനെ പോകും? അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഒരു വണ്ടിയിൽ ഇപ്പൊ ചന്ദ്രു കയറുമെന്ന് വെച്ചോ, രണ്ടാമത്തെ വണ്ടി മുച്ചിരി കയറുക. അതല്ലെങ്കിൽ അങ്ങനല്ലേ? ഏതാ അതങ്ങനല്ലേ? അല്ലെങ്കിൽ വിടുന്നേ ഇവിടുന്ന്? അങ്ങനാണ് വിടുന്നത്. മനസ്സിലായില്ല? അപ്പൊ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാവും. അതുകൊണ്ട് അതിനനുസരിച്ച് നിന്ന് പോകാനാ പറഞ്ഞത്. നമുക്ക് അറിയുന്നുള്ള ഒരാളെ വെക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അറിയാവുന്ന ഒരാളെ കൂടെ സെറ്റ് ചെയ്ത് വിട്ടാൽ മതി. മനസ്സിലായില്ലേ? അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലേ? കുഴപ്പമുണ്ടാവത്തില്ല. ഞങ്ങളുടെ സ്ഥലമാണ്. എടാ എടാ രണ്ടുപേരും ട്രക്ക് വിടുന്നേ. അപ്പൊ ഒരു ട്രക്ക് ഞാൻ എടുത്ത് കഴിഞ്ഞാൽ മറ്റേ ട്രക്ക് നീ എടുക്കണേ. ഓപ്പോസിറ്റ് ട്രക്ക് നീ എടുക്കണേ. എന്നിട്ട് നീ തോറ്റ ഇടയ്ക്ക് അറിയില്ല. പിസ്റ്റലോടാ ബാക്കി ഉണ്ടൊക്കെ ഞാൻ വെച്ച് 5 CR ഉണ്ട് കയ്യിൽ. ഞാൻ ഹെലിയിൽ മുകളിൽ കാണും. കുഴപ്പമില്ല. എന്റെ ID 875. എന്റെ ഫ്രണ്ടിലേക്ക് കാർബൺ കിട്ടി. നീ ജയിച്ചാൽ പകുതി എനിക്ക്, ഞാൻ ജയിച്ച പകുതി നിനക്ക്. സാറിന് 10 17 തരാം. നിനക്ക് എത്ര വേണ്ടെന്ന്? ചന്ദ്ര ദേവക്കുട്ടിയോടെ മുന്നിൽ മുന്നില് ചന്ദ്ര ഇങ്ങോട്ട് മുന്നിക്ക് വരും. ഇല്ല നിങ്ങൾ മൂന്ന് ഒരുമിച്ചില്ലേ? ഈ സച്ചിതൊക്കെ കഴിഞ്ഞിട്ടൊരു സമയാവൂലടാ ഇത്. ചന്ദ്രൻ നമുക്ക് ഇടക്കിട്ട് തരാം. കഴിവേറി
ലൂറോട് പറഞ്ഞു